അതായത് അപ്പൊ നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യാനും വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല പലരും. പലരും. ഞാനും. ആ ഇയോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാ ഇഷ്ടമുള്ള കാര്യം ഇതാണോ? ഹലോ ഗൈസ്, ഫാരിസ് ഉണ്ടെന്ന് ഇവിടെ. അപ്പൊ ഫാരിസിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഫാരിസിന് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട്. കുറെ കാലമായിട്ടൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഫാരിസിന് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച എന്തോ ഒരു കാര്യം ഇല്ല ഫാരിസ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. ഫാരിസിന് എന്ത് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു കാര്യം? ഉണ്ട് എന്നാണെങ്കിൽ പറയാം. ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഫാരിസിന് ചെറുതായിട്ട് നാണം ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ഇറ്റ്സ് ആക്ടിങ് ആണ്. ശരിക്കും പറഞ്ഞാല് വെൽ പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആളാണ് ഫാരിസ്. തീരില്ല, പറഞ്ഞോ. എന്ത് പറയുന്നത്? എന്താന്ന് പറയുന്നത് വെച്ചാല്, ഇപ്പോ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ആൾക്കാരോട് ഇപ്പൊ പറയണമെന്നില്ല. ഇപ്പൊ എന്നോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്ന ഒരു കാര്യം, ചിലപ്പോൾ അതൊരു മോട്ടിവേഷനിലായിരിക്കും, അല്ലെങ്കിൽ നീ പറയാൻ കൊതിക്കുന്ന ഒരു കാര്യം കുറെ കാലമായിട്ട് എനിക്കിങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷെ ഒരു അവസരം കിട്ടാത്തതുകൊണ്ട്. ഇനിയിപ്പോ ആരോട് വേണമെങ്കിലും, ആരോടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളല്ല, അല്ലാണ്ട് നമുക്കൊരു എന്താ എനിക്കറിയില്ല, നമ്മളങ്ങനെ പറയില്ലേ. അതിപ്പോ ഇപ്പൊ നിന്നോട് ഞാൻ ചോദ്യം ചോദിക്കാത്ത എന്താന്ന്, നിനക്ക് അങ്ങനെ ഒരു കാര്യം നിന്റെ ഉള്ളിലുണ്ട് എന്തൊക്കെയോ പറയാൻ. അപ്പൊ അതെന്താണ് എന്നറിയാൻ 292 എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മളെ അധികം ആൾക്കാരും കംഫർട്ട് സോണിൽ സ്റ്റക്ക് ആയിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പോലും, അതായത് പേടിയാണ്. അതായത് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താണ്ട് എന്തെങ്കിലും നമ്മൾ റിസ്ക് ആയിട്ട് ചെയ്യാനുള്ള പേടിയുണ്ട് എല്ലാരും. ഒരു കുതിര വെള്ളം കണ്ടപ്പോ നിന്ന പോലെ നിൽക്കുകയാണോ? പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ചെയ്യുന്ന ഈ കാര്യല്ലേ, ഈ കാര്യം, ഇത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താണ്ട് കുറച്ച് റിസ്ക് എടുത്ത് പുതിയ ആൾക്കാരോട്, ഞാൻ അറിയാത്ത ആൾക്കാരോട് സംസാരിക്കുന്നത്, ഇത് കുറച്ച് ഈ എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അത് ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് ചിലപ്പോ നിന്റെ ഇത് വഴി വേറെ എന്തെങ്കിലും ആണെങ്കിലും. അതല്ല, പേടിയായിട്ടാണ്. ഇതിപ്പോ നമ്മളിപ്പോ ഒരു നല്ല ശമ്പളം എന്നല്ല, ഒരു ജീവിച്ചു പോകാനുള്ള ശമ്പളം ഉണ്ട്. പുതിയ ജോലി പോലും അന്വേഷിക്കുന്നില്ല കൂടുതൽ ശമ്പളം കിട്ടാണ്. കാരണം നമ്മൾ ഇതിലങ്ങോട്ട് ഇതായി പോയി, ഒരു ഒത്തുചേർന്നു. ഷർട്ടും പാന്റും നമ്മളിട്ട് ചെറുപ്പം മുതലേ ശീലമായി എന്ന് പറഞ്ഞ പോലെ, ഓക്കെ അത് മതി, കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷെ വേറെ ചില ആൾക്കാരും ഇല്ലേ അങ്ങനത്തെ, അല്ലേ? അവരോടെന്താ പറയാനുള്ളത്? സോറി, നേരത്തെ ഒരാള് ഞാൻ നടന്നു പോയപ്പോ നമ്മളൊന്ന് ചെറുതായിട്ട് ഇതായി പോയി, ലൊക്കേഷൻ ചെറുതായിട്ട് മാറ്റി വെക്കേണ്ടി വന്നു. നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. കൂടുതൽ ശമ്പളം ഉള്ളതെന്നല്ലേ, അതായത് ഇപ്പൊ ഇഷ്ടമില്ലാത്ത ജോലിയൊക്കെ ചെയ്താണ്ടാണ് ജീവിക്കുന്നത്. അതായത് അപ്പൊ നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യാനും വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല പലരും. ഞാനും. ഇയോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാ ഇഷ്ടമുള്ള കാര്യം ഇതാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോ വെറുതെ ഒരു എന്റർടൈൻമെന്റ് പാഷൻ എന്ന് പറയാൻ പറ്റില്ല, അത്ര പാഷനേറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇതില്. പക്ഷെ എനിക്കിങ്ങനെ ആൾക്കാരോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അത് വീഡിയോ ചിത്രീകരണം ആക്കുന്നതിനും ഞാൻ അത്ര പാഷനേറ്റ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും അങ്ങനെ തുടങ്ങിയതാണ് ഇത് സംഭവം. അല്ലാണ്ട് ഒരു എന്റർടൈൻമെന്റ്. ഇപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. നിനക്കിപ്പോ ഒരു കാര്യം വരാൻ അവസരം കിട്ടി അല്ലേ? അതാണ്, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതിലൂടെ. ഇനിയിപ്പോ എന്താ പറയാ, നമ്മള് പലതും കാണുമ്പോ നമ്മള് ഇൻസ്പിറേഷണൽ ആകും. അതായത് ഇപ്പോ ദംഗല് സിനിമ ഉണ്ടല്ലോ, ഞാൻ കുറെ സിനിമ കാണുന്ന ആളാ. അപ്പൊ ദംഗല് സിനിമ കണ്ടാണ് മറ്റേ അമീർ ഖാന്റെ ബോഡിയും മറ്റേതൊക്കെ കാണുമ്പോൾ തോന്നും നമുക്കും വർക്കൗട്ട് ചെയ്യണം, നമുക്ക് മസിൽ വേണം. എന്നിട്ട് 2 ദിവസം ഉണ്ടാവും നമ്മൾ ഹോം വർക്കൗട്ട് എന്തൊക്കെ ചെയ്യും, പിന്നെ ഒന്നും ചെയ്യൂല. ഇപ്പൊ അടുത്ത അതേപോലെ ഞാൻ മറ്റേ ബാഹുൽ രമേശ് എന്ന് പറഞ്ഞ ആളുണ്ട്, അതായത് കിഷ്കിന്ധാകാന്തം സംവിധാനം അല്ല, എഴുതി ക്യാമറാമാനും പുള്ളിയായിരുന്നു. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പുള്ളി കഴിഞ്ഞ മാസത്തെ 28 ബുക്കറ്റ് വായിച്ചു എന്ന് പറഞ്ഞു. ഇത് കണ്ടാണ്ട് ഞാൻ ഇപ്പൊ അടുത്ത് ഓഫീസിൽ നിന്ന് വരുമ്പോ ഒരു ബുക്ക് വാങ്ങി. ആ ബുക്ക് വാങ്ങിയാണ്ട് ഷെൽഫിൽ വെച്ചു, വായിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ കാണുമ്പോ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ഒക്കെ തോന്നും, പക്ഷെ നമ്മള് ചെയ്യുന്നില്ല. നമ്മുടെ തുടങ്ങി വെക്കാനുള്ള ശ്രമം നടത്തും, എന്നിട്ട് അത് ഇതാവും, പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു പലരും, അല്ലെ? മടി കാരണം നിർത്തി വെക്കുന്നു. അതൊന്നും അവരോട് എന്താണ് എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടോ അവരോട്? എങ്ങനെ എന്താ വെച്ചാൽ മാറി ചിന്തിക്കും, അങ്ങനെ എന്തെങ്കിലും? മാറി ചിന്തിക്കണ്ട്, ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ മാറണം. നമ്മൾ ആദ്യം ഞാൻ തന്നെ മാറണം, ബാക്കിയുള്ളവരോട് മാറാൻ പറയാനുള്ള ഇത് എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ.
അവൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോ അവന്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ ഇപ്പോ നിങ്ങൾ വേണമെങ്കിൽ ചെയ്യുക, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ബൈ ബൈ, നമ്മുടെ ചെക്കനുണ്ട് അവിടെ. അതിനെ ഓനെ ഇവരാരും കാണുന്നില്ലല്ലോ. ഓ അലമ്പാക്കുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. മതിയില്ലേ? ഇനിയും വേണോ? ഇനി സംസാരിക്കണോ? കൊറേ എന്തെങ്കിലും സംസാരിക്കാം, എന്നിട്ട് അതിൽ കുറച്ച് എടുക്കാം അല്ലെ?